SMA എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച 2.5 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. കണ്ണൂർ മയിൽ സ്വദേശി ലിക്ഷിത്തിന് മരുന്നിനായി വേണ്ടിവരുന്നത് 18 കോടി രൂപയാണ്. രണ്ടര വയസ്സുകാരൻ ലിക്ഷിത്തിന് കാലൊന്നുറച്ച് ചവിട്ടണം, പടികൾ കയറണം, കൂട്ടുകാരൊത്ത് ഓടിക്കളിക്കണം. എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ കാലെടുത്ത് കൈകൊണ്ട് എടുത്ത് വെക്കുകയോ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് വീഴുന്നുണ്ട്, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. എവിടെയെങ്കിലും പോയാലെല്ലാം കുട്ടികളെ കൂടെ കളിക്കാനെല്ലാം ഭയങ്കര മടിയാണ്. ഇറങ്ങിയിട്ടുണ്ടായി തന്നെ അപ്പാടെ നമ്മളടുത്ത് ആരടുത്തെങ്കിലും വന്ന് മടിയിലിരിക്കുകയല്ലേ ചെയ്യുക. എല്ലാവരും കളിക്കുമ്പോൾ നോക്കിക്കോ, ഓടട്ടെ എന്നല്ല ചോദിക്കും, ഓടാൻ കഴിയില്ല. അഭിലാഷ് വിജിത ദമ്പതികളുടെ മകൻ ലിക്ഷിത്തിന് 5 മാസങ്ങൾക്ക് മുൻപാണ് SMA എന്ന അപൂർവ ജനിതക രോഗം സ്ഥിരീകരിക്കുന്നത്. കാലിന്റെ മുട്ടുമടക്കിയിരിക്കാൻ കഴിയില്ല, നടക്കാനും പ്രയാസമാണ്. തിരുവനന്തപുരത്ത് SIT-ലുണ്ട്, അത് ഫ്രീ മെഡിസിൻ എന്നിട്ട് നമ്മൾ പോയി നോക്കിയപ്പോൾ ടൈപ്പ് 1-നും 2-നും ഉള്ളൂ സൗജന്യമായിട്ട് മെഡിസിൻ. ഇവൻ്റെ 3 ആണ്, അപ്പോൾ 3ക്ക് അങ്ങനെ മെഡിസിൻ ഫ്രീ ആയിട്ടില്ല. ടൈപ്പ് 3 രോഗമായതിനാൽ സൗജന്യമായി മരുന്നും ലഭ്യമല്ല. 1 വർഷം 83 ലക്ഷം രൂപ ആവശ്യമായി വരും. 18 കോടി രൂപയുടെ മരുന്നാണ് ആകെ വേണ്ടി വരുന്നത്. പണം കണ്ടെത്താൻ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇത് ലൈഫ് ലോങ് ആയി ഇതിൻ്റെ ഇഞ്ചക്ഷൻ തുടരേണ്ടി വരും. അത് ഒരു ഇഞ്ചക്ഷനോ 2 ഇഞ്ചക്ഷനോ എടുത്താൽ പോരാ. അത് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം 18 കോടി രൂപ സമാഹരിക്കണം എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിലാണ് നമ്മളിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നിലുള്ളത് വലിയൊരു തുകയെന്ന് വ്യക്തമെങ്കിലും ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ ലിക്ഷിതിനെ സഹായിക്കാൻ സുമനസ്സുകളൊപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.